എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻ റോഡിന് സമീപം ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ്. പാലാ കൂത്താട്ടുകുളം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 50-100 മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഇരിക്കുന്ന മനോഹരമായ വീടാണിത്. ഇതൊരു യൂസ്ഡ് വീടാണ്. നിലവിൽ പണി കഴിപ്പിച്ചിട്ട് 5 വർഷമായി സ്വന്തമായിട്ട് താമസിക്കാനായി നിർമ്മിച്ച മനോഹരമായ വീടാണ്. നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു. 10 സെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് 1950 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. 2 നിലകളിലായി പണി കഴിപ്പിച്ചിരിക്കുന്ന വീടിന് 3 ബെഡ്റൂമുകളാണുള്ളത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ, ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, ഒരു കോമൺ ബാത്റൂമുണ്ട്. മുകളിലത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. കൂടാതെ ഇനി മുറികൾ പിടിക്കണമെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള വീടാണിത്. നല്ല ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്ന വീടാണ്. വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്ത പ്രദേശമാണ്. കിണർ വെള്ളമാണ് ഇവിടെയുള്ളത്. നല്ല അയൽവക്കങ്ങളൊക്കെയുള്ള നല്ലൊരു ഏരിയയാണ്. ചുറ്റിലും നല്ല വീടുകളൊക്കെ ഉണ്ട്. ഇത് പഞ്ചായത്ത് റോഡാണ്. വീടിൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുന്നത്. സൈഡിൽ കൂടി ഒരു പ്രൈവറ്റ് റോഡും കടന്നു പോകുന്നു. കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി ഗേറ്റെല്ലാം വെച്ച് പണികൾ മുഴുവൻ പൂർത്തിയായി നിലവിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വീടാണ്. മുറ്റത്ത് ഇൻ്റർലോക്ക് ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്കൊരു 6-7 കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് വീടിൻ്റെ മുറ്റത്തിനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് തേക്ക് ആഞ്ഞിലിയാണ്. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ കിണർ വന്നിരിക്കുന്നു. വടക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുറ്റത്ത് കായ്ക്കുന്ന മാവൊക്കെയുണ്ട്. അത്യാവശ്യം ഫലവൃക്ഷങ്ങളൊക്കെ വീടിന് ചുറ്റുമുണ്ട്. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തൊരു മേഖലയാണ്. പള്ളിയിലേക്ക് നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ. 200 മീറ്റർ മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത RC പള്ളിയിലേക്കുള്ള ദൂരം. ബസ് സ്റ്റോപ്പിലേക്ക് കഷ്ടിച്ചൊരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ. പാലാ കൂത്താട്ടുകുളം റോഡിൽ മെയിൻ റോഡിലേക്ക് 100 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം, ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. പാലായിലെയും പരിസര പ്രദേശങ്ങളിലെല്ലാം സ്കൂൾ ബസ്സുകൾ നമ്മുടെ വീടിന് തൊട്ടടുത്ത് കൂടിയുള്ള വഴി കൂടി കടന്നു വരുന്നുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ശാന്തമായൊരു ഏരിയയാണ്. പാലാ ടൗണിൽ നിന്ന് 3.5 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. വീടിൻ്റെ പുറകുവശത്ത് അത്യാവശ്യം ഫലവൃക്ഷങ്ങളൊക്കെ നടാനുള്ള നല്ലൊരു ഏരിയ വന്നിട്ടുണ്ട്. പച്ചക്കറികൾ നടാനോ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾക്കൊക്കെ ഉള്ള സ്ഥലമുണ്ട്. 1-2 തെങ്ങുകളും പ്ലാവും മാവും ഒക്കെ ഈ പറമ്പിലുണ്ട്. വീടിൻ്റെ പുറകിലേക്ക് ഒരു വർക്ക് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 10 സെൻറ്റിൽ 1950 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് ഉടമ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്തിരുന്നതാണ്. കോമ്പൗണ്ട് എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞ് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പോകാം. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന മനോഹരമായ വീടാണ്. നമ്മൾ കടന്നു വരുന്നത് വിശാലമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ഫർണിച്ചർ ഉൾപ്പെടുന്നതല്ല. ബാക്കിയുള്ള ഫിറ്റിങ്സ് എല്ലാം ഉൾപ്പെടും. ഫാനും ലൈറ്റുകളും എല്ലാം ഉണ്ടാവും. ഫർണിച്ചർ ഇല്ലാതെയാണ് വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. താഴത്തെ നിലയാണിത്. ആദ്യത്തെ ലിവിങ് ഏരിയയാണ് കാണുന്നത്. നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയയാണ്. നല്ല ഭംഗിയൊരു ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ കാണാം. പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് വലിയൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കാണാം. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള കിച്ചണാണ്. ധാരാളം കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് പുറകിൽ ഷീറ്റ് ഇട്ടിട്ട് അവിടെ ഒരു വർക്ക് ഏരിയ കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ഇതിൽ ഭിത്തിയിൽ തന്നെ പിടിപ്പിച്ചിരിക്കുന്ന വാർഡ്രോബും ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമാണിത്. ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. താഴെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നു. നമ്മൾ 2ാം നിലയിലേക്ക് കൂടി ഒന്ന് പോകാം. മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ലൊരു വലിയ ഹാളാണ് കാണാൻ പറ്റുന്നത്. ഈയിടെ റീപെയിൻ്റൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടിരിക്കുന്ന വീടാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 1-2 മുറികൾ എക്സ്ട്രാ പണിയണമെങ്കിൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ റൂഫിംഗ് ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിടാനുള്ള സ്ഥലമുണ്ട്. 2 നിലയ്ക്കുള്ള ഫൗണ്ടേഷനിൽ ചെയ്തിരിക്കുന്ന വീടാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വേണമെങ്കിൽ 1-2 മുറികൾ പിടിക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്.
ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂമുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഇതിലും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. പാലാ ടൗണിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ ദൂരത്തിരിക്കുന്ന ഈ ഒരു മനോഹരമായ വീടിന് 10.5 സെൻറ്റ് സ്ഥലമാണ്. 1950 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീട് വന്ന് കാണാനുള്ള സൗകര്യം ചെയ്യുന്നതാണ്. വീട് ലൊക്കേഷനൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് ലോൺ സൗകര്യത്തിലൂടെ വാങ്ങാനുള്ള സപ്പോർട്ട് തരുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം.